നമസ്കാരം, ഏവർക്കും അക്ഷയ കേരളത്തിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിലും നഗരസഭകളിലും കോർപ്പറേഷനുകളിലും ഓരോ സാമ്പത്തിക വർഷവും നിരവധി വികസന ക്ഷേമ പദ്ധതികളാണ് നടപ്പാക്കുന്നത്. എന്നാൽ പലപ്പോഴും ഈ പദ്ധതികളെക്കുറിച്ചുള്ള കൃത്യമായ വിവരം സാധാരണക്കാരിലേക്ക് എത്താറില്ല. വീടില്ലാത്തവർക്ക് വീട് നിർമ്മിക്കാൻ സഹായം, കൃഷിക്ക് ആവശ്യമായ ഉപകരണങ്ങളും വിത്തുക്കളും, ക്ഷീര കർഷകർക്ക് സഹായം, മഴവെള്ള സംഭരണത്തിനും കിണർ റീചാർജിങ്ങിനും സബ്സിഡി, വയോജനങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ, ഭിന്നശേഷിക്കാർക്ക് സഹായങ്ങൾ, സ്ത്രീകൾക്കും ഗ്രാമപ്രദേശങ്ങളിലെ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും സ്വയം തൊഴിൽ നടക്കാനുള്ള ധനസഹായം തുടങ്ങി പല വിഭാഗങ്ങളിലായി പദ്ധതികൾ ഉണ്ടാകാറുണ്ട്. ഇവയിൽ പലതിന്റെയും ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വേദിയാണ് ഗ്രാമസഭ. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ അവസാനം വരെ ശ്രദ്ധിച്ചു കാണുക. നിങ്ങളുടെ പഞ്ചായത്തിൽ എന്തൊക്കെ പദ്ധതികൾ ഉണ്ടെന്ന് എങ്ങനെ അറിയാം, എവിടെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ രേഖകൾ ആവശ്യമായി വരാം, ഗുണഭോക്താക്കളെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായി നോക്കാം. ആദ്യം വീടുമായി ബന്ധപ്പെട്ട സഹായങ്ങളെ കുറിച്ച് നോക്കാം. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രധാനപ്പെട്ട ഭവന പദ്ധതികളിൽ ഒന്നാണ് ലൈഫ് മിഷൻ. സ്വന്തം ഭൂമിയുണ്ടായിട്ടും വീട് നിർമ്മിക്കാൻ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾക്ക് ഭവന നിർമ്മാണ സഹായം ലഭിക്കുന്നതിനുള്ള പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകാം. പുതിയ വീട് നിർമ്മിക്കുന്നതിനുള്ള സഹായം മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ നിലവിലുള്ള വീടിന്റെ അറ്റകുറ്റപ്പണികൾക്കും തദ്ദേശ സ്ഥാപനങ്ങളുടെ പദ്ധതികളിലൂടെ സഹായം ലഭിക്കാവുന്നതാണ്. അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ PMAYG പോലുള്ള ഭവന പദ്ധതികളുമായി ബന്ധപ്പെട്ട ഗുണഭോക്താക്കൾക്കും തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നടപടിക്രമങ്ങൾ മുന്നോട്ടു പോകാം. എന്നാൽ ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. എല്ലാ ഗ്രാമപഞ്ചായത്തിലും ഒരേ പദ്ധതിയും ഒരേ മാനദണ്ഡവും ആയിരിക്കണമെന്നില്ല. ഓരോ തദ്ദേശ സ്ഥാപനത്തിന്റെയും വാർഷിക പദ്ധതിക്കും ലഭ്യമായ ഫണ്ടിനും സർക്കാർ മാർഗനിർദ്ദേശങ്ങളും അനുസരിച്ച് പദ്ധതികളും ഗുണഭോക്തൃ മാനദണ്ഡങ്ങളും വ്യത്യാസമുണ്ടാകാം. അതിനാൽ നിങ്ങളുടെ പഞ്ചായത്തിൽ ഇത്തവണ ഭവന സഹായത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ടോ, നിങ്ങളുടെ വിഭാഗത്തിന് അർഹതയുണ്ടോ, അപേക്ഷ നൽകേണ്ടത് എവിടെയാണ് തുടങ്ങിയ കാര്യങ്ങൾ ആദ്യം അന്വേഷിക്കുക. ഇതിനായി നിങ്ങളുടെ വാർഡ് മെമ്പറോ പഞ്ചായത്ത് ഓഫീസിനെയോ സമീപിക്കാം. ഇനി കൃഷിയുമായി ബന്ധപ്പെട്ട സഹായങ്ങളിലേക്ക് വരാം. കേരളത്തിലെ നിരവധി കുടുംബങ്ങളുടെ പ്രധാന വരുമാന മാർഗമാണ് കൃഷി. ചെറുകിട കർഷകരെ സഹായിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിവിധ പദ്ധതികൾ ആസൂത്രണം ചെയ്യാറുണ്ട്. പച്ചക്കറി കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി വിത്തുകൾ വിതരണം ചെയ്യുക, ജൈവവള ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക, കൃഷിക്ക് ആവശ്യമായ ഉപകരണങ്ങൾക്ക് സബ്സിഡി നൽകുക, കൃഷിയിടങ്ങളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള സഹായങ്ങൾ തുടങ്ങിയ പദ്ധതികൾ പല പ്രദേശങ്ങളിലും ഉണ്ടാകാം. വീട്ടുവളപ്പിൽ കൃഷി ചെയ്യുന്നവർക്കും ചെറുകിട കർഷകർക്കും ഇത്തരം പദ്ധതികൾ പ്രയോജനപ്പെടാം. കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ നിലവിൽ ഏത് കാർഷിക പദ്ധതികളാണ് അപേക്ഷ സ്വീകരിക്കുന്നത് എന്ന് അന്വേഷിക്കുന്നത് വളരെ പ്രധാനമാണ്. കാരണം പദ്ധതി ഉണ്ടെന്ന വിവരം മാത്രം അറിഞ്ഞാൽ പോരാ. അപേക്ഷ നൽകേണ്ട അവസാന തീയതി, അർഹതാ മാനദണ്ഡം, ആവശ്യമായ രേഖകൾ, ഗുണഭോക്താവിന് ലഭിക്കുന്ന സഹായത്തിന്റെ സ്വഭാവം എന്നിവ കൂടി മനസ്സിലാക്കണം. ഇനി ക്ഷീര കർഷകരെ സംബന്ധിച്ച കാര്യമാണ്. പശു വളർത്തലും പാൽ ഉൽപാദനവും ചെയ്യുന്ന കുടുംബങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നതിനായി വിവിധ തദ്ദേശ സ്ഥാപന പദ്ധതികൾ ഉണ്ടാകാറുണ്ട്. പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട ബോണസ്, കന്നുകാലി പരിപാലന സഹായം, കാലിത്തീറ്റയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ തുടങ്ങിയ പ്രദേശത്തിനനുസരിച്ച് ലഭ്യമായേക്കാം. ക്ഷീര കർഷകർക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വന്തം പ്രദേശത്തെ പദ്ധതികളെ കുറിച്ച് കൃത്യമായി അന്വേഷിക്കുകയാണ്. ഇനി ജലസംരക്ഷണവുമായി ബന്ധപ്പെട്ട പദ്ധതികളിലേക്ക് വരാം. കേരളത്തിൽ മഴ ധാരാളമായി ലഭിക്കുന്നുണ്ടെങ്കിലും വേനൽക്കാലത്ത് പല പ്രദേശങ്ങളിലും കുടിവെള്ളം ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ മഴവെള്ളം പരമാവധി ശേഖരിക്കുകയും ഭൂഗർഭജലനിരപ്പ് നിലനിർത്തുകയും ചെയ്യുന്നത് വളരെ പ്രധാനമാണ്. ഇതിനായി മഴവെള്ള സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള സഹായം, കിണർ റീചാർജിംഗ് സംവിധാനം ഒരുക്കുന്നതിനുള്ള സബ്സിഡി, വെള്ളം സംഭരിക്കുന്നതിനുള്ള ടാങ്കുകൾ സ്ഥാപിക്കാൻ സഹായം തുടങ്ങിയ പദ്ധതികൾ തദ്ദേശ സ്ഥാപനങ്ങൾ ആവിഷ്കരിക്കാറുണ്ട്. സ്വന്തം വീടുകളിലും സ്ഥാപനങ്ങളിലും മഴവെള്ള സംവിധാനം ഒരുക്കൽ ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരം പദ്ധതികൾ ഏറെ പ്രയോജനപ്പെടാം. എന്നാൽ ഇതിലും ഒരു കാര്യം ശ്രദ്ധിക്കണം. ഈ പദ്ധതി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു എന്ന കാരണത്താൽ ഈ വർഷവും അതേ രീതിയിൽ ഉണ്ടായിരിക്കണമെന്നില്ല. അതുകൊണ്ട് പഴയ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ മാത്രം വിശ്വസിക്കാതെ നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ നഗരസഭയിൽ നിന്ന് നിലവിലെ പദ്ധതിയുടെ വിശദാംശങ്ങൾ പരിശോധിക്കുക. ഇനി വയോജനങ്ങൾക്ക് ലഭിക്കാവുന്ന സഹായങ്ങളെ കുറിച്ച് നോക്കാം. പ്രായമായ പലർക്കും കിടക്ക വിരിപ്പി, പുതപ്പ് തുടങ്ങിയ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും വലിയ സാമ്പത്തിക ഭാരമായേക്കാം. ഇത്തരം ആവശ്യങ്ങൾ പരിഗണിച്ച് തദ്ദേശ സ്ഥാപനങ്ങൾ വയോജന ക്ഷേമവുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾ നടപ്പാക്കാറുണ്ട്. വയോജനങ്ങൾക്ക് ആവശ്യമായ ഉപകരണങ്ങൾ വിതരണം ചെയ്യുന്നതും ഇതിന്റെ ഭാഗമായേക്കാം. പ്രായമായ വ്യക്തി കുടുംബത്തിൽ ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ നിലവിൽ എന്തെങ്കിലും ക്ഷേമ പദ്ധതിക്ക് അപേക്ഷ സ്വീകരിക്കുന്നുണ്ടോ എന്ന് വാർഡ് തലത്തിൽ അന്വേഷിക്കുക. അടുത്തതായി ഭിന്നശേഷിക്കാർക്കുള്ള സഹായങ്ങളെ കുറിച്ച് പറയാം. ഭിന്നശേഷിയുള്ള വ്യക്തികളുടെ സഞ്ചാര സ്വാതന്ത്ര്യവും വിദ്യാഭ്യാസവും തൊഴിലവസരങ്ങളും മെച്ചപ്പെടുത്തുന്നതിനായി വിവിധ സഹായ പദ്ധതികൾ തദ്ദേശ സ്ഥാപനങ്ങൾ വഴി നടപ്പാക്കാറുണ്ട്. വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ, ആവശ്യമായ ഉപകരണങ്ങൾ, സഞ്ചാര സൗകര്യത്തിനുള്ള സഹായങ്ങൾ തുടങ്ങിയവ ചില പദ്ധതികളിൽ ഉൾപ്പെടാം.
ചില സാഹചര്യങ്ങളിൽ മോട്ടോറൈസ്ഡ് ട്രൈസൈക്കിൾ പോലുള്ള സഹായ ഉപകരണങ്ങൾക്കും പദ്ധതികൾ ഉണ്ടാകാം. എന്നാൽ ഓരോ സഹായത്തിനും പ്രത്യേകം അർഹതാ മാനദണ്ഡങ്ങൾ ഉണ്ടായിരിക്കാം. അതിനാൽ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ്, വരുമാനവുമായി ബന്ധപ്പെട്ട രേഖകൾ, മറ്റാവശ്യപ്പെട്ട രേഖകൾ എന്നിവ മുൻകൂട്ടി തയ്യാറാക്കി വയ്ക്കുന്നത് സഹായകരമായിരിക്കും. ഇനി സ്ത്രീകൾക്കും ഗ്രാമപ്രദേശങ്ങളിൽ തൊഴിൽ അന്വേഷിക്കുന്നവർക്കും ഏറെ പ്രാധാന്യമുള്ള മറ്റൊരു വിഭാഗത്തിലേക്ക് വരാം. അതായത് സ്വയം തൊഴിൽ, വലിയ ബിസിനസ് തുടങ്ങാൻ കഴിയാത്ത കുടുംബങ്ങൾക്കും ചെറിയ സംരംഭങ്ങളുടെ വരുമാനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നവർക്കും തദ്ദേശ സ്ഥാപനങ്ങളുടെ സ്വയം തൊഴിൽ പദ്ധതികൾ പ്രയോജനപ്പെടാം. കോഴി വളർത്തൽ, ആട് വളർത്തൽ, മത്സ്യകൃഷി, ചെറിയ ഉൽപാദന യൂണിറ്റുകൾ തുടങ്ങിയ മേഖലകളിൽ സഹായം ലഭിക്കുന്ന പദ്ധതികൾ പ്രദേശത്തിനനുസരിച്ച് ഉണ്ടാകാം. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് സ്വന്തം വരുമാനം കണ്ടെത്തുന്നതിനുള്ള അവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതികൾ പല പ്രദേശ സ്ഥാപനങ്ങളിലും നടപ്പാക്കാറുണ്ട്. ഇത്തരം പദ്ധതികൾക്ക് അപേക്ഷിക്കുന്നതിന് മുൻപ് സംരംഭം എന്താണ്, എത്ര ചെലവാകും, അപേക്ഷയുടെ അർഹത എന്താണ്, സബ്സിഡി എങ്ങനെ ലഭിക്കും തുടങ്ങിയ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് വരാം. ഈ പദ്ധതികളെ കുറിച്ച് വിവരം എവിടെ നിന്നാണ് ലഭിക്കുക? ഇവിടെയാണ് ഗ്രാമസഭയുടെ പ്രാധാന്യം. ഗ്രാമസഭ സാധാരണക്കാരന് തന്റെ പ്രദേശത്തെ വികസനക്ഷേമ പദ്ധതികളെ കുറിച്ച് നേരിട്ട് അറിയാനും അഭിപ്രായം പറയാനും അപേക്ഷ സംബന്ധിച്ച വിവരങ്ങൾ നേടാനും കഴിയുന്ന പ്രധാന വേദിയാണ്. അതുകൊണ്ട് ഗ്രാമസഭ ചേരുമ്പോൾ പങ്കെടുക്കുന്നത് വളരെ പ്രധാനമാണ്. നിങ്ങളുടെ വാർഡിൽ ഗ്രാമസഭ എപ്പോൾ നടക്കുന്നു എന്ന വിവരം വാർഡ് മെമ്പറോടോ പഞ്ചായത്ത് ഓഫീസിലൂടെയോ അന്വേഷിക്കാം. ഗ്രാമസഭയിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട പദ്ധതികളെ കുറിച്ച് ചോദിക്കാം. വീടിന് സഹായം വേണമെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കുക. കൃഷിക്ക് സഹായം വേണമെങ്കിൽ കാർഷിക പദ്ധതികളെ കുറിച്ച് ചോദിക്കുക. സ്വയം തൊഴിൽ തുടങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള പദ്ധതികളെ കുറിച്ച് ചോദിക്കുക. വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും കുടുംബത്തിൽ സഹായം ആവശ്യമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പദ്ധതികളെ കുറിച്ചും അന്വേഷിക്കുക. അടുത്ത പ്രധാന കാര്യം അപേക്ഷാ നടപടിയാണ്. പല പദ്ധതികൾക്കും ഗുണഭോക്തൃ അപേക്ഷകൾ സ്വീകരിക്കുന്നതിനുള്ള നടപടികൾ ഗ്രാമസഭയുമായി ബന്ധപ്പെട്ട് നടക്കാം. അതിനാൽ എനിക്ക് പദ്ധതി കിട്ടുമോ എന്നറിയാൻ മാത്രം കാത്തിരിക്കാതെ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ അപേക്ഷ നൽകാനുള്ള നടപടിക്രമം എന്താണെന്ന് അന്വേഷിക്കുക. ഇനിയൊരു പുതിയ ശ്രദ്ധിക്കേണ്ട കാര്യത്തിലേക്ക് വരാം. മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഹരിതകർമ്മസേനയുടെ യൂസർ ഫീസ് അടച്ചതിന്റെ രേഖ ചില തദ്ദേശ സ്ഥാപനങ്ങളിലെ പദ്ധതികളുടെ അപേക്ഷയിൽ ആവശ്യപ്പെടുന്ന സാഹചര്യമുണ്ട്. അതായത് വീടിൽ നിന്നുള്ള മാലിന്യ ശേഖരണത്തിനായി ഹരിതകർമ്മസേനയ്ക്ക് നൽകേണ്ട യൂസർ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ രസീത് അല്ലെങ്കിൽ തെളിവ് സൂക്ഷിക്കുന്നത് വളരെ പ്രധാനമാണ്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ ഇത്തരം രേഖകൾ ആവശ്യപ്പെട്ടേക്കാം. അതിനാൽ യൂസർ ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ തെളിവ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. ഇനി ഗുണഭോക്താക്കളെ എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നത് നോക്കാം. അപേക്ഷ നൽകിയ എല്ലാവർക്കും ഒരേപോലെ സഹായം ലഭിക്കണമെന്നില്ല. പദ്ധതിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് അപേക്ഷകൾ പരിശോധിച്ച ശേഷം അർഹരായവരുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കാം. സാമ്പത്തികമായി കൂടുതൽ പിന്നാക്കാവസ്ഥയിലുള്ളവർക്ക് മുൻഗണന ലഭിക്കാം. മുൻപ് സമാനമായ ആനുകൂല്യം ലഭിച്ചിട്ടില്ലാത്തവർക്ക് ചില പദ്ധതികളിൽ മുൻഗണന ലഭിക്കാം. പദ്ധതിയുടെ പ്രത്യേക മാനദണ്ഡങ്ങൾ പാലിക്കുന്നവരെയും പരിഗണിക്കും. അതുകൊണ്ട് അപേക്ഷ നൽകിയാൽ ഉടൻ ആനുകൂല്യം ലഭിക്കുമെന്ന് കരുതരുത്. അപേക്ഷ പരിശോധന, അർഹത വിലയിരുത്തൽ, മുൻഗണനാ പട്ടിക, അംഗീകാരം, ആനുകൂല്യ വിതരണം എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങൾ ഉണ്ടായേക്കാം. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ രേഖകളിൽ തെറ്റുകൾ ഉണ്ടാകാതിരിക്കുക എന്നതാണ്. പേര്, വിലാസം, ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ, ആധാർ സംബന്ധിച്ച വിവരങ്ങൾ, വരുമാന രേഖകൾ, റേഷൻ കാർഡ് വിവരങ്ങൾ, ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ തുടങ്ങിയവ പദ്ധതിയുടെ സ്വഭാവമനുസരിച്ച് ആവശ്യപ്പെട്ടേക്കാം. അതിനാൽ അപേക്ഷ നൽകുന്നതിന് മുൻപ് ആവശ്യമായ രേഖകൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായി ചോദിച്ചറിയുക. ഇനി നഗരസഭകളിലും കോർപ്പറേഷനുകളിലും താമസിക്കുന്നവർക്ക് ഒരു പ്രത്യേക കാര്യം പറയാം. ഗ്രാമസഭ എന്ന പേര് ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങളിലാണ് സാധാരണ ഉപയോഗിക്കുന്നത്. നഗരസഭ, കോർപ്പറേഷൻ മേഖലകളിൽ ബന്ധപ്പെട്ട വാർഡ് സഭകൾ ഉൾപ്പെടെയുള്ള തദ്ദേശ ഭരണ സംവിധാനങ്ങളിലൂടെയാണ് ജനപങ്കാളിത്തവും പദ്ധതി വിവരങ്ങളും ലഭിക്കുന്നത്. അതിനാൽ നിങ്ങൾ താമസിക്കുന്നത് പഞ്ചായത്താണോ, നഗരസഭയാണോ, കോർപ്പറേഷനാണോ എന്നതനുസരിച്ച് ബന്ധപ്പെട്ട ഓഫീസ്, വാർഡ് പ്രതിനിധി എന്നിവരിൽ നിന്ന് വിവരം ശേഖരിക്കുക. മറ്റൊരു പ്രധാന മുന്നറിയിപ്പ് കൂടി. സോഷ്യൽ മീഡിയയിൽ എല്ലാവർക്കും ഇത്ര രൂപ, ഓരോ കുടുംബത്തിനും ഇത്ര രൂപ, നാളെ മുതൽ അപേക്ഷ തുടങ്ങിയ തലക്കെട്ടുകളോടെ നിരവധി വിവരങ്ങൾ പ്രചരിക്കാറുണ്ട്. പക്ഷേ ഒരു പഞ്ചായത്തിൽ നടപ്പാക്കുന്ന പദ്ധതി മറ്റൊരു പഞ്ചായത്തിൽ അതേ രീതിയിൽ ഉണ്ടാകണമെന്നില്ല. അതിനാൽ നിങ്ങളുടെ പ്രദേശത്തിന്റെ ഔദ്യോഗിക അറിയിപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വാട്സപ്പ് മെസ്സേജ് മാത്രം കണ്ട് അപേക്ഷാ ഫീസ് എന്ന പേരിൽ പണം നൽകുകയോ വ്യക്തിഗത വിവരങ്ങൾ അപരിചിതർക്ക് കൈമാറുകയോ ചെയ്യരുത്. പദ്ധതിയുടെ ഔദ്യോഗിക അറിയിപ്പ് പഞ്ചായത്ത് ഓഫീസ്, നഗരസഭ ഓഫീസ്, വാർഡ് മെമ്പർ, ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകൾ എന്നിവയിൽ നിന്ന് വിവരങ്ങൾ സ്ഥിരീകരിക്കുക. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രദേശത്തെ അർഹരായ ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. പ്രത്യേകിച്ച് വീടിന് സഹായം ആവശ്യമുള്ള കുടുംബങ്ങൾക്കും, കർഷകർക്കും, വയോജനങ്ങൾക്കും, ഭിന്നശേഷിക്കാർക്കും, സ്വയം തൊഴിൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്കും ഈ വിവരങ്ങൾ ഉപകാരപ്പെടാം. ഇത്തരത്തിലുള്ള സർക്കാർ പദ്ധതികളും ക്ഷേമ വാർത്തകളും കൃത്യമായി അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പഞ്ചായത്തിൽ ഇപ്പോൾ ഏത് പദ്ധതിയാണ് അപേക്ഷ സ്വീകരിക്കുന്നതെന്ന് അറിയാമെങ്കിൽ കമന്റിൽ നിങ്ങളുടെ പഞ്ചായത്തിന്റെ പേര് രേഖപ്പെടുത്താം. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നന്ദി, നമസ്കാരം.